Good afternoon. Question paper discussion like everkum swagatham. Category number 722/2021 Assistant Professor exam ആണ് ഇന്ന് നടന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ചില സബ്ജക്ട്സ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. GT, മോസ്, എൻവയോൺമെന്റൽ, എസ്റ്റിമേഷൻ തുടങ്ങിയ സബ്ജക്ട്സ് എല്ലാം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതേസമയം മറ്റു സബ്ജക്ട്സ് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിൽ ചിന്തിക്കേണ്ടതായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമ്മറി എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു എക്സാം ആണ് ഇന്ന് നടന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സബ്ജക്ട് വൈസ് അനാലിസിസിലേക്ക് കടക്കാം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നിന്നാണ്. 17 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ട്രാൻസ്പോർട്ടേഷനും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗും 15 ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി സബ്ജക്ട്സ് എല്ലാം ഏകദേശം ഒരേ പ്രൊപ്പോർഷൻ ആണ്. എസ്റ്റിമേഷൻ, RCC, വാട്ടർ റിസോഴ്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇതെല്ലാം ഒരു 5 to 9 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്കും ഡിസ്കഷനിലേക്ക് കടക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പാരിറ്റീവ്ലി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ എപ്പോഴും സ്ട്രക്ചർ അനാലിസിസിൽ പഠിക്കുന്നതാണ്. The number of independent equations to be satisfied for static equilibrium in a space structure ആണ് ചോദിച്ചിരിക്കുന്നത്. The space structure ആയതുകൊണ്ട് തന്നെ answer will be 6. So option D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Okay, second question നോക്കാം. The moment of inertia of a triangle of base B and height h about an axis through its centroid is bh³/36. The moment of inertia about a parallel axis passing through the vertex of the triangle is. Vertex of the triangle പാസ് ചെയ്യുന്ന ഒരു ആക്സിസിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ട്രയാങ്കിൾ എത്രയാണെന്നാണ് ചോദ്യം. ഡയറക്ട്ലി നമുക്ക് വാല്യൂ അറിയാവുന്നതാണ് bh³/4 എന്നുള്ളത്. എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സെൻട്രോയിഡിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് വരുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ bh³/36 ആണ്. അതിൻ്റെ ഒപ്പം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്ത് ലാസ്റ്റ് bh³/4 എന്ന് പറയുന്ന ആൻസറിലോട്ട് അറൈവ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 3 A general system of forces acting on a rigid body can be replaced by. നമുക്ക് അതിനെ ഒരു ഫോഴ്സ് കൊണ്ടും കപ്പിൾ മൊമെന്റ് വെക്ടർ കൊണ്ടും റീപ്ലേസ് ചെയ്യാം. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4 എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. കൺകറന്റ് ഫോഴ്സസ് ആർ ദോസ് ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ. നമുക്കറിയാം ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു ലൈൻ ഓഫ് ആക്ഷൻ കൺകറന്റ് ഫോഴ്സസിന്റെ. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5 The polar moment of inertia of a rectangular section having width 2 cm and depth 6 cm. അപ്പോൾ നമുക്കറിയാം പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആകുമ്പോൾ നമുക്ക് bd³/6 എന്നുള്ള ഇക്വേഷൻ ഫൈനലി കിട്ടും. അപ്പോൾ അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 40 cm⁴ ആയിട്ട് ആൻസർ വരും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ 40. Question number 6. A cable 20 mm diameter and 10 meter long is pulled by a force of 5000 pi Newton. If the modulus of elasticity is 2 × 10⁵ Newton per millimeter square, the elongation is. Elongation കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഫോർമുല ഉണ്ട് PL/AE. ഇപ്പോൾ P എന്ന് പറയുന്നത് പുള്ളാണ്, ഫോഴ്സ് ആണ്. ഇപ്പോൾ 5000 pi ഇൻറ്റു ലെങ്ത് തന്നിട്ടുണ്ട്, അതിന് നമ്മൾ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ലാസ്റ്റ് ഫൈനൽ വാല്യൂ വരുന്നത് 2.5 millimeter. Question number 7. The modulus of elasticity is twice that of shear modulus. Then the Poisson's ratio of the material is. അപ്പോൾ നമുക്ക് മോഡുലസ് തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നമുക്കറിയാം E is equal to 2G into 1 plus mu വരും. അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ട്വൈസ് ദ ഷിയർ മോഡുലസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി ആൻസർ എന്ത് കിട്ടും? 0 ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ 0 ആണ് ആൻസർ വരും. Okay, question number 8. A homogeneous, simply supported prismatic beam of width B, depth D and span L is subjected to a concentrated load of magnitude P. The load can be placed anywhere along the span of the beam. The maximum flexural stress developed in the beam is. ഫ്ലക്ചറൽ സ്ട്രെസ്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബെൻഡിങ് ഇക്വേഷന്റെ യൂസ് എടുക്കാം. അപ്പോൾ ഇവിടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് എപ്പോഴും ലോഡ് സെൻട്രൽ ആക്ട് ചെയ്യുമ്പോഴാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ PL/4 ആണ്. അപ്പോൾ നമ്മുടെ ബെൻഡിങ് ഇക്വേഷനിൽ നിന്ന് ഫ്ലക്ചറൽ സ്ട്രെസ്സിന് ഒരു ഇക്വേഷൻ എഴുതിയാൽ നമുക്കറിയാം F = m/I × y എന്ന് എഴുതാം. അപ്പോൾ m മൊമെന്റിന്റെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു, PL/4. ദെൻ I bd³/12 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ I ആണ്. അപ്പോൾ അത് റെസിപ്രോക്കൽ എടുത്തു. ദെൻ ഇൻറ്റു y ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d/2 ആണ്. സോ വാല്യൂ 3/2 PL/BD² എന്ന് വരും. Now, question number 9.
A simply supported beam AB has a bending moment diagram as shown in the figure. The beam is possibly under the action of following load. അതായത് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സിയിൽ ഒരു കപ്പിളും വരും, ഡി എടുത്തു കഴിഞ്ഞാൽ 2M നമുക്ക് അവിടെ വരും. So answer is option A. Okay, question number 10. In a section, shear center is a point through which if the resultant load passes, the section will not be subjected to torsion. Option D ആണ് correct answer. Question number 11. As the cube size increases, the strength of concrete. നമുക്ക് concrete technology എന്നുള്ളൊരു ചോദ്യമാണ്. ക്യൂബ് സൈസ് കൂടുകയാണെങ്കിൽ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. Question number 12. The early high strength of rapid hardening cement is due to. Rapid hardening cementന്റെ early high strengthന്റെ reason എന്താണ് മെയിൻ ആയിട്ട് എന്നാണ് ചോദ്യം. Higher content of tricalcium silicate. C3Sന്റെ higher content ആണ് അതിന്റെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 30. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് ഓഫ് അഗ്രിഗേറ്റ് എന്നുള്ള ചോദ്യമാണ്. ലോസ് ഏഞ്ചലസ് മെഷീൻ ഇസ് യൂസ് ടു ടെസ്റ്റ് ദ അഗ്രിഗേറ്റ് ഫോം. നമുക്കറിയാം അബ്രേഷൻ ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. Question number 14. According to IS 383, IS code 383 പ്രകാരം the coarsest sand falls under which grading zone? Zone 1 ആണ് correct answer. Option A. Question number 50. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺക്രീറ്റ് ടെക്നോളജി എന്നാണ് വരുന്നത്. ജിപ്സം ഇസ് ടിപ്പിക്കലി ആഡഡ് ഇൻ സിമെന്റ് ടു. നമുക്കറിയാം സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. Question number 16. The volume of the cement required for 10 meter cube of brickwork in 1:6 cement mortar is approximately equal to. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. 1 മീറ്റർ ക്യൂബ് ബ്രിക്ക് വർക്കിന് ആവശ്യമായിട്ട് വരുന്ന ഡ്രൈ മോർട്ടാറിന്റെ വാല്യൂ ഓൾറെഡി 0.3 മീറ്റർ ക്യൂബ് എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. അതെങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറ്റ് മോർട്ടാറിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.23 മീറ്റർ ക്യൂബ് ആണ്. ഇൻറ്റു 1.33 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഡ്രൈ മോർട്ടാറിന്റെ വാല്യൂ കിട്ടും. അത് 1 മീറ്റർ ക്യൂബിനാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 10 മീറ്റർ ക്യൂബ് ആയിരുന്നു. അപ്പോൾ 10 ഇൻറ്റു ചെയ്തു. ദെൻ സിമെന്റിന്റെ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 ഡിവൈഡഡ് ബൈ സം ഓഫ് കോമ്പോണൻസ്. അപ്പോൾ 1 ഡിവൈഡ് ബൈ 1 + 6. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3/7 മീറ്റർ ക്യൂബിന് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 70. ഇത് നമുക്ക് എസ്റ്റിമേഷൻ എന്നുള്ള ഒരു പ്രോബ്ലം ആണ്. എസ്റ്റിമേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് മേസണറി. നമുക്ക് വോളിയം ഓഫ് ബ്രിക്ക് വർക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. റിക്വയർഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എ റൂം 4 മീറ്റർ ബൈ 3 മീറ്റർ. ഇന്റേണൽ ഡയമെൻഷൻസ് ആൻഡ് തിക്നെസ് ഓഫ് ദ വാൾ ഷുഡ് ബി 250 mm. 2 windows of 2 meter by 1.5 meter and 1 door of 1.5 meter by 2.2 meter is to be provided to the room. The height between the top of plinth beam and bottom of slab beam should be 4 meter. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ റൂമിന് എത്ര ബ്രിക്ക് വർക്ക് വേണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാളിന്റെ ലെങ്ത് ടോട്ടൽ എത്രയാണെന്ന് സെൻട്രൽ ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ സെൻട്രൽ ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 15 മീറ്റർ ആയിട്ട് ടോട്ടൽ ലെങ്ത് ഓഫ് ദ വാൾ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് വോളിയം ഓഫ് ദ വിൻഡോസ് ആൻഡ് ഡോർ ഡിഡക്ട് ചെയ്താലേ നമുക്ക് വോളിയം ഓഫ് ബ്രിക്ക് വർക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വിൻഡോസ് ആൻഡ് ഡോർസിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കുകയാണ് എത്രയുണ്ട് എന്നുള്ളത്. അപ്പോൾ 2 വിൻഡോയും ഉണ്ട്, ഒരു ഡോറും ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിന്റെ വോളിയം കണ്ടുപിടിക്കുമ്പോൾ 2.325 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ വോളിയം ഓഫ് ബ്രിക്ക് വർക്ക് എന്ന് പറയുമ്പോൾ വാളിന്റെ ടോട്ടൽ വോളിയം മൈനസ് ഡോർസ് ആൻഡ് വിൻഡോസിന്റെ വോളിയം ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 12.675 മീറ്റർ ക്യൂബാണ്. അതായത് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരും. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ബ്രിക്ക് വർക്ക് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഡോറും വിൻഡോസിന്റെയും വോളിയം മൈനസ് ചെയ്താൽ മതി. ഓക്കെ, 18ാമത്തെ ചോദ്യം നോക്കാം. എ ടെസ്റ്റ് ഫെസിലിറ്റി സെറ്റപ്പ് കോസ്റ്റ് ₹10 lakh at the time installation and its scrap value is ₹50,000 at the end of the useful life in 10 years. Adopting a straight line method for computation of depreciation, estimate the book value. Book value ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം ഡിപ്രീസിയേഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് 50,000 എന്ന് പറഞ്ഞൊരു, അതായത് 10 lakh മൈനസ് 50,000 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. ഇനി ഫോർ 5 years ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്ര വരുന്നു, ദാറ്റ് വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ 5 ചെയ്യുന്നു. ആൻഡ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് മൈനസ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ടോട്ടൽ ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 5,25,000 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Now, question number 90. Idum estimation ennulla problem aanu. A residential building is constructed at a cost of ₹1,75,000. The total outgoing including sinking fund is ₹11,500 per year. If the owner desires 5% return on construction,
Then the gross monthly rent of the property. So, ഈ പ്രോപ്പർട്ടിയുടെ മന്ത്ലി റെന്റ് എത്രയായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നെറ്റ് റെന്റ് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ നമ്മൾ 5% റിട്ടേൺ ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 100/5 ആയിരിക്കും നമ്മുടെ ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് റെന്റ് എന്ന് പറയുന്നത് 8750 ആണ്. അപ്പോൾ ഗ്രോസ് റെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? ഔട്ട് ഗോയിങ്സും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നെറ്റ് റെന്റ് പ്ലസ് ഔട്ട് ഗോയിങ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന മന്ത്ലി റെന്റ് ആണ്. അപ്പോൾ ഈ കിട്ടുന്ന റെന്റിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? 1687.5. So answer is option C. Okay, question number 20. എളുപ്പമുള്ളൊരു ചോദ്യമാണ്. The usable part of livable area of a building is also known as carpet area. അതാണ് correct answer. Question number 21. There are 10 instrument stations occupied in succession during a traverse survey. An observer makes equal error in each station, the magnitude of which is 80 in each instance at all the stations. What is the probable error of the final bearing at the end of the traverse? നമുക്ക് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ തീറ്റ റൂട്ട് ഓഫ് 10 എന്ന് വരും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. Question number 22. In a closed traverse with 5 sides, the error found from the forebearing and back bearing of the last line is +2 degree. The correction to the third line will be. അപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ക്ലോസിംഗ് എററിന്റെ വാല്യൂ +2 ഡിഗ്രി എന്ന് നമുക്ക് എടുക്കാം. ഇവിടെ വന്നിരിക്കുന്നത് 5 സൈഡ്സ് ഉള്ള ഒരു ട്രാവേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത് നമുക്ക് 24 മിനിറ്റ്സ് എന്ന ആൻസർ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് തേർഡ് ലൈനിന് കൊടുക്കേണ്ട കറക്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ലൈനിന് 24 മിനിറ്റ്സ് ആയിരിക്കും. സെക്കൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ 24 + 24 വരും. തേർഡ് ലൈൻ വരുമ്പോൾ എഗെയിൻ ഒരു 24 കൂടെ ആഡ് ചെയ്ത് 72 മിനിറ്റ്സ് എന്ന ആൻസർ കിട്ടും. അതായത് 1 ഡിഗ്രി 12 മിനിറ്റ്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Question number 23. Which one of the following statement is correct? ഇതിൽ ഏതാണ് വെർണിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരിക. A double vernier consists of 2 simple verniers placed end to end forming one scale with the 0 in the center. So option B is the answer. Okay, question number 24. A surveyor measures a distance between 2 points on a map of representative fraction 1:100. Our distance in the measure distance 60 ആണ്. But later he found that he used a wrong representative fraction of 1:50. What is the correct distance between the 2 points? ഇതിന് ഡയറക്ട്ലി നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. RF of wrong scale divided by RF of correct scale into measure distance. അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 1/50 divided by 1/100 into measured distance in the value എന്ന് പറയുന്നത് 60 meter. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് സോൾവ് ചെയ്യുമ്പോൾ 120 meter ആണ് കിട്ടുന്നത്. Now, question number 25. The reduced bearing of a 10 meter long line is north 30 degrees. The departure of the line is. അപ്പോൾ നമുക്ക് ഡിപ്പാർച്ചറിന്റെ ഇക്വേഷൻ അറിയാം. L sin theta ആണ് വരിക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. L 10 തന്നിട്ടുണ്ട്. ആംഗിൾ 30 ഡിഗ്രി ആണ്. സോ നമുക്ക് 5 മീറ്റർ ആയിട്ട് ആൻസർ കിട്ടും. Okay, question number 26. The liquid limit of a saturated normally consolidated soil is 50%. The compression index for the virgin compression curve will be. Compression index calculate cheyanana question. Equation എന്ന് പറയുന്നത് 0.009 into liquid limit minus 10. Liquid limit തന്നിട്ടുണ്ട് 50 ആണ്. So substitute ചെയ്യുമ്പോൾ നമുക്ക് 0.36 എന്ന് ആൻസർ കിട്ടും. Option A ആണ് correct answer. Question number 27. ഒരു theory question ആണ്. The maximum theoretical value of dry density or the saturation dry density at any particular degree of saturation can be computed as. നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. Dry density into G into dry unit weight of water divided by 1 plus E. Okay. Question number 28. The distance from the surface of the clay particle to the limit of attraction. ആ ഡിസ്റ്റൻസ് നമ്മൾ വിളിക്കുന്നത് ഡിഫ്യൂസ് ഡബിൾ ലെയർ എന്നാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 29. ഇത് നമുക്ക് ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ടെർമിനൽ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സസ്പെൻഷൻ ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ. നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് റിലേഷൻ ആയിട്ട് വരുന്നത്. Question number 30. A clay is identified as normal clay if the activity ranges between 0.75 നും 1.25 നും ഇടയിലായിരിക്കണം. So option B ആണ് correct answer. Question number 31. The permeability in the case of fine-grained soils is related to particle sizes. ഇതും തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. K is equal to C D square ആണ് ആൻസർ വരിക. So option A. Question number 32. At the toe of a dam,
The foundation soil has a porosity of 42%. If the specific gravity of the soil solids is 2.65, determine the critical hydraulic gradient. Critical hydraulic gradient calculate ചെയ്യാനുള്ള equation ആണ് G minus 1 divided by 1 plus E. ഇപ്പോൾ G എന്ന് പറയുന്ന specific gravity തന്നിട്ടുണ്ട് 2.65 ആണ്. Porosity E എന്ന് പറയുന്നത് void ratio ആണ്. Void ratio calculate ചെയ്യാൻ വേണ്ടി നമുക്ക് porosityയുടെ വാല്യൂയിൽ നിന്ന് void ratio calculate ചെയ്യാം. N divided by 1 minus N. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.72 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ 0.96 എന്ന് നമുക്ക് കിട്ടും. Now, question number 33. The vertical stress at a depth Z under the center of a circular area of diameter 2 alpha and load intensity Q is given by. അപ്പോൾ ഇതിന് നമുക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ എ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ എ. Question number 34. A retaining wall of 5 meter high retains dry sand with an angle of friction of 30 degree and saturated unit weight of sand is 20 kilonewton per meter square. If the water table rises to the top of the wall, determine the effective thrust at rest condition. At rest condition എന്ന് പറയുന്ന ഒരു condition important ആണ്. അത് പ്രകാരം effective thrust at rest condition പ്രകാരം coefficient of earth pressure, active earth pressure ന്റെ coefficient എന്ന് പറയുന്നത് 1 minus sin phi എന്ന് പറയുന്ന equation പ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈയുടെ വാല്യൂ 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ sin phi എന്ന് പറയുമ്പോൾ 0.5, sin 30 0.5 എന്ന് കിട്ടും. സോ നമുക്ക് k യുടെ വാല്യൂ 0.5 എന്ന് കിട്ടും. ബാക്കി എന്നിട്ട് തന്നിരിക്കുന്ന കണ്ടീഷൻസിനനുസരിച്ച് ആക്റ്റീവ് എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്ത് ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 187.5 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് വരുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആ ഒരു വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് കൺഫ്യൂസിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ചോദ്യമാണ്. Now, question number 35. Point bearing or tip resistance of board piles and sanders. Correct answer half to 1/3 of driven pile ആണ്. നമുക്ക് ടെക്സ്റ്റിൽ 1/2 to 2/3 എന്നാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ബി എടുക്കാം. Question number 36. The straight line representing successive state of stress in a test specimen of soil during loading and unloading. ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈനെ പറയുന്ന പേര് സ്ട്രെസ് പാത്ത് എന്നാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Question number 37. In order to minimize the sampling disturbance, the area ratio should be. ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. So area ratio should be as low as possible. Option C. Question 38. The ultimate bearing capacity of a strip footing is reduced by 50% when the position of groundwater table is. Groundwater table ground surface ആയിട്ട് അവിടെ coincide ചെയ്യുമ്പോഴാണ് 50% ആയിട്ട് bearing capacity reduced ആവുന്നത്. So option B ആണ് correct answer. Question number 39. According to Tersagi, the curved surface of sliding in the passive case approximates to. എന്ത് ഷേപ്പ് ആണെന്നാണ് ചോദിക്കുന്നത്. ലോഗരിതമിക് സ്പൈറൽ ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി. Question number 40. The depth of tension crack in cohesive soil is given by. Option B ആണ് 2C by gamma എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. അപ്പോൾ C cohesion ആണ്, gamma എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. Question number 41. A two-span continuous beam ABC with uniform flexural rigidity is provided with fixed support at A and hinged support at B and C. If AB is equal to 4 meter, BC is equal to 3 meter, the distribution factors for BA and BC respectively are. അപ്പോൾ നമ്മളോട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. സ്റ്റിഫ്നെസ്സിന്റെ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്റ്റിഫ്നെസ്സിന്റെ ഇക്വേഷൻ വെച്ച് ഫിക്സഡ് ആണെങ്കിൽ 4EI/L വരും, ഹിഞ്ച്ഡ് ആണെങ്കിൽ 3EI/L വരും. അപ്പോൾ നമ്മൾ എ ബിക്കും ബി സിക്കും അതേപോലെ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ആ ആൻസർ വെച്ചിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് നമുക്ക് വരുന്നത് 0.5 ആണ്. സോ ആൻസർ ഇസ് 0.5 and 0.5. ഓപ്ഷൻ സി. Question number 42. The sag tie of a roof truss is subjected to tension. Option A ആണ് correct answer. Question number 43. The static and kinematic indeterminacy of a single base single story portal frame with fixed base respectively. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്നതാണ്, എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണ്. 3ഉം 6ഉം ആണ് സ്റ്റാറ്റിക്കും കൈനമാറ്റിക്കും ഇൻഡിറ്റർമിനസി വരിക. സോ ഓപ്ഷൻ ഡി. Question number 44. A 3-hinged parabolic arch of span 8 meter and rise 2 meter has a concentrated load of 50 kilonewton at the crown.
the arch will be subjected to a horizontal thrust equal to. Horizontal thrust calculate ചെയ്യാനാണ് question. അപ്പോൾ നമ്മുടെ arch നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ക്രൗണിൽ ഒരു 50 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ ക്രൗണിലാണ് 50 kN എന്നുള്ളതുകൊണ്ട് രണ്ട് റിയാക്ഷൻ വെർട്ടിക്കൽ റിയാക്ഷൻസിന്റെ വാല്യൂ 25 kN ഈച്ച് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ക്രൗൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു 0 നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ HA ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ വാല്യൂ 50 kN എന്ന ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 45. ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് as. ഇപ്പൊ നമുക്കറിയാം 1 and 2 നമുക്ക് കറക്റ്റ് ആണ്. ഫോഴ്സ് മെത്തേഡ് എന്ന് വിളിക്കാം, കമ്പാറ്റബിലിറ്റി മെത്തേഡ് എന്ന് വിളിക്കാം. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. Now, question number 46. The number of plastic hinges required to convert a fixed beam into a mechanism. അപ്പോൾ നമുക്കറിയാം ഒരു ഫിക്സഡ് ബീം ആണെങ്കിൽ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ഹിഞ്ചസിന്റെ ഇക്വേഷൻ എന്താണ് വരിക? n is equal to r plus 1 എന്ന് വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഫിക്സഡ് ബീം ആണ്. അപ്പൊ r നമുക്ക് എത്രയാണ് വരുന്നത്? 2 ആയിട്ട് വരും. സോ 2 plus 1, കാരണം നമ്മളിവിടെ വെർട്ടിക്കൽ ലോഡിംഗ് കണ്ടീഷൻസ് മാത്രമേ അസ്യൂം ചെയ്യുന്നുള്ളൂ. സോ കറക്റ്റ് ആൻസർ ഇസ് 3. 3 പ്ലാസ്റ്റിക് ഹിഞ്ച് ആണ് ഒരു ഫിക്സഡ് ബീമിൽ വരുന്നത്. Now, question number 47. A fixed beam AB of span 4 meter is subjected to a concentrated load P at C such that AC is equal to CB. If AC and BC has plastic moment capacity of MP and 2MP respectively, the collapse load is. So, collapse load calculate ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. ലോഡ് ആക്ട് ചെയ്യുന്നത് കറക്റ്റ് സെൻട്രലാണ്. അതുകൊണ്ടാണ് നമുക്ക് AC equal to CB എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മെക്കാനിസം വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെയായിരിക്കും വരിക. എവിടെയൊക്കെയാണ് ഹിഞ്ച് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി? രണ്ട് ഫിക്സഡ് എൻഡിലും ഹിഞ്ച് ഉണ്ടാവും, അണ്ടർ ദി ലോഡും നമുക്കൊരു ഹിഞ്ച് ഉണ്ടാവും. ഇവിടെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതിൽ മിനിമം പ്ലാസ്റ്റിക് മൊമെന്റ് ആണ് നമുക്ക് ഈ ഒരു ഹിഞ്ചിൽ വരുന്നത്. അപ്പൊ ഇതിൽ എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റേണൽ വർക്ക് ഡൺ എഴുതാം. അങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത് 2.5 MP എന്നാണ്. ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. മെക്കാനിസം വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ലോഡ് മാറി ആക്ട് ചെയ്യുകയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും, രണ്ട് മെക്കാനിസംസ് ആക്ട് ചെയ്യും. സോ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 48. A moving load of 200 kN passes from support A to B in a simply supported beam AB of span 10 meter. What is the maximum bending moment developed at a section taken at 6 meter from A? 6 meter എയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു സെക്ഷനിലുള്ള മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ ഇതാണ്. W into Z into 1 minus Z by L. W എന്ന് പറയുന്നത് ആ ഒരു മൂവിംഗ് ലോഡിന്റെ വാല്യൂ ആണ്. Z എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസിലാണ് ആ സെക്ഷൻ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനൽ ആൻസർ 480 kN meter എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Now, question number 49. The maximum number of 20 mm diameter bolts that can be accommodated in 200 mm wide platters. അപ്പോൾ ഇതിന് മാക്സിമം നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 into എഡ്ജ് ഡിസ്റ്റൻസ് പ്ലസ് n-1 into പിച്ച്. ഈ n ആണ് നമ്മുടെ നമ്പർ ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത്, ഈക്വൽ ടു വിഡ്ത്ത് ആണ്. അപ്പോൾ വിഡ്ത്ത് നമുക്ക് 200 ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എഡ്ജും പിച്ചും നമുക്ക് മിനിമം കണ്ടുപിടിക്കാം. അപ്പോൾ മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5 into diameter of the hole. മിനിമം പിച്ച് എന്ന് പറയുന്നത് 2.5 into diameter of the bolt. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് 20 തന്നിട്ടുണ്ട്. അത് 16 to 24 വരുന്നത് കൊണ്ട് D dash is equal to D+2. അപ്പോൾ 22 mm എന്ന് കിട്ടുന്നു. നമുക്ക് എഡ്ജും കിട്ടും, പിച്ചും കിട്ടും. അപ്പോൾ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി നമ്പർ ഓഫ് ബോൾട്ട് വിൽ ബി ഈക്വൽ ടു 4. സോ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ 4. Now question number 50. The prying force is developed in bolted connection due to tension members. നമ്മൾ ബോൾട്ട് കൊടുക്കുമ്പോഴാണ് പ്രൈയിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ടെൻസൈൽ ഫോഴ്സ് കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ, ടെൻഷൻ. Now question number 51. The loss of pre-stress is not directly related to. നമുക്കറിയാം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റുമായിട്ട് അതിന് റിലേഷൻ ഇല്ല. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരെ. Okay, question number 52. A simply supported beam of span 4 meter is subjected to a uniformly distributed load of 20 kN per meter inclusive of self weight.
If the limiting moment of resistance of the beam of cross section is 40 kilonewton meter, beam is to be designed as. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ വരുന്നത് ഈ രീതിയിലാണ്. ഒരു UDL ആക്ട് ചെയ്യുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. 4 മീറ്റർ ആണ് അതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്. സോ ആദ്യം നമുക്ക് അതിന്റെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ WL²/8 ആണ്. അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 40 kilonewton meter എന്ന വാല്യൂ കിട്ടും. ക്വസ്റ്റ്യനകത്ത് ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 kilonewton meter തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് വാല്യൂസും MU ലിമിറ്റ് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ആ സെക്ഷൻ ഒരു ബാലൻസ്ഡ് സെക്ഷൻ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Now, question number 53. The plastic moment capacity of a rectangular section is 255 kilonewton meter. The yield moment of the section in kilonewton meter is. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മൊമെന്റ് ബൈ ഈൽഡ് മൊമെന്റ് ആണ്. ഇതൊരു റെക്ടാംഗുലർ സെക്ഷൻ ആയതുകൊണ്ട് ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 1.5 ആണ്. നമുക്ക് പ്ലാസ്റ്റിക് മൊമെന്റ് 255 ആയിട്ട് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഈൽഡ് മൊമെന്റ് ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈൽഡ് മൊമെന്റ് ഇസ് ഈക്വൽ ടു 170 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. Now, question number 54. A single bay, single story portal frame is subjected to 2 point loads at 1/3 span and mid span in the beam and a horizontal load at the beam level. The total number of possible mechanism is. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പോർട്ടൽ ഫ്രെയിം എന്ന് പറയുന്നത് നമുക്കൊരു 2 പോയിന്റ് ലോഡ് ബീമിൽ വരുന്നതും അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ലോഡ് ബീം ലെവലിൽ വരുന്ന ഫ്രെയിമുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് വരുന്നത് 2 ഇൻഡിവിജ്വൽ ബീം മെക്കാനിസം വരും, ഒരു സ്വേ മെക്കാനിസം വരും, 2 കമ്പൈൻഡ് മെക്കാനിസം വരും. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. ഓപ്ഷൻ ഡി 5. Now, question number 55. Which one of the following is the correct statement about RC retaining wall? So, നമുക്കറിയാം ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. Toe slab is provided with reinforcement at bottom face and heel slab at the top face. So, option C is the answer. Now, question number 56. നമുക്ക് fluid mechanics നിന്നുള്ള ഒരു ചോദ്യമാണ്. The discharge over a weir per unit length depends on head of water, height of the weir and acceleration due to gravity. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം എത്ര വേരിയബിൾസ് ഉണ്ട്. നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് 4 ആണ്. പക്ഷെ ഇവിടെ മാസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ദ നമ്പർ ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എത്രയാണ് 2 ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് പൈ ടേംസ് എന്ന് പറയുന്നത് 4 - 2 ആയിരിക്കും. അപ്പൊ കറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2, 4 and 6 ആണ്. ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. Now, question number 57. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഫ്രൂട്ട്സ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലോ ഓവർ ദ സ്പിൽവേസ് ആണ്. പക്ഷെ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഫ്ലോ അറൌണ്ട് ദ സബ്മേർജ്ഡ് ബോഡീസ്. യൂളേഴ്സ് നമ്പർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്ചാർജ് ത്രൂ ഫ്ലൂയിഡ്സ് വരും. വെബർ നമ്പർ സർഫസ് ടെൻഷനെ കാണിക്കുന്ന ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ്. സോ കാപ്പിലറി മൂവ്മെന്റ് ഓഫ് വാട്ടർ ത്രൂ സോയിൽസ് വരും. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. Okay, question number 58. The weight density of honey is 12 kilonewton per meter cube and its dynamic viscosity at 20 degrees Celsius is 0.5 kg per meter second. Neglecting the weight density of air, the velocity with which air bubble of 1 millimeter diameter will rise in honey at 20 degrees Celsius is. ഹണി എന്ന് പറഞ്ഞൊരു ലിക്വിഡ് ആണ്. അതിനകത്തുള്ള ആ ഒരു ബബിൾ റൈസ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. 2r² ρg ഡിവൈഡഡ് ബൈ 9μ. അപ്പൊ ഇവിടെ r എന്ന് പറയുന്നത് ഡയമീറ്റർ തന്നെയാണ്. അതിന് നമ്മൾ r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അതിന്റെ ഡയമീറ്ററിന്റെ ഫോമിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ r² എന്ന് പറയുന്നത് d²/4 ആവും. ദെൻ ρg എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ് ഡിവൈഡഡ് ബൈ മ്യൂ ലിക്വിഡ്. അപ്പൊ ഇതിനകത്ത് വെയിറ്റ് ഡെൻസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓൾറെഡി. ഈ കൊടുത്തിരിക്കുന്ന വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് മില്ലിമീറ്റർ പെർ സെക്കൻഡിൽ 1.33 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. Now, question number 59. Out of the following options given below, choose the wrong statement with respect to boundary layer thickness. അപ്പൊ നമുക്കറിയാം ഇത് പ്രഷർ ഗ്രേഡിയന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി ആണ്. നോട്ട് ഡിപ്പെൻഡന്റ് അപ്പോൺ ദ പ്രഷർ ഗ്രേഡിയന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. Question number 60.
Water flows over an obstruction and then flows along downstream channel as shown in the figure. The width of the flow is same on both sides of the obstruction. The depth of flow at section 2.2 is 2 meter. Assuming that there is no energy loss between section 1.1 and 2.2 and g equal to 10 meter per second square, the velocity of flow at section 1.1 is. ഈ തന്നിരിക്കുന്ന ഫിഗറിൽ 1.1 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ആ സെക്ഷനിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം സ്പെസിഫിക് എനർജി സെയിം ആണ്. സോ E1 is equal to E2. സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ പ്രകാരം നമുക്ക് y1 plus v1 square by 2g is equal to y2 plus v2 square by 2g എന്ന് എഴുതാം രണ്ട് സെക്ഷൻസിനും കൂടെ. അപ്പോൾ അവിടെ ഡെപ്തിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 6ഉം 2ഉം ഉണ്ട്. അതുപോലെ തന്നെ വെലോസിറ്റി ആ ഒരു വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ g equal to 10 വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ v2 square minus v1 square ഒരു റിലേഷൻ നമുക്ക് അവിടെ കിട്ടും. 80 എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് കിട്ടും. ഇനി കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം a1 v1 is equal to a2 v2. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് എന്നുള്ള രീതിയിലാണ്. വിഡ്ത്ത് രണ്ട് കേസിലും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ by1 v1 is equal to by2 v2. അവിടെ നമ്മൾ b ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ സമയത്ത് v2ന് ഇൻ ടേംസ് ഓഫ് v1 ഒരു റിലേഷൻ നമുക്ക് കിട്ടും, ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റിലേഷനിലോട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഫൈനലി സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് v1ന്റെ വാല്യൂ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ സെക്ഷൻ 1.1 √10 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ √10 മീറ്റർ പെർ സെക്കൻഡ് ആണ് കറക്റ്റ് ആൻസർ. Now, question number 61. നമുക്ക് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് ഉള്ള ഒരു ചോദ്യമാണ്. എഫിഷ്യൻസി തമ്മിൽ മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കൺവെയൻസ് എഫിഷ്യൻസി, ആപ്ലിക്കേഷൻ, സ്റ്റോറേജ് ആൻഡ് യൂസ് എഫിഷ്യൻസി. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. Now, question number 62. Wheat is to be grown in a field having field capacity equal to 30% and the permanent wilting point equal to 10%. Irrigation water is to be supplied when the moisture content of the soil falls to 20%. Root zone depth 1 meter ആണ്. Dry weight of soil 14 ആണ്. Specific weight 10 ആണ്. അപ്പോൾ net irrigation requirement ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ maximum water stored കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷനിൽ ഇടാം. Gamma D divided by gamma W into depth of root zone into field capacity minus permanent wilting point. ഇതിലാണ് നമ്മൾ സാധാരണ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് സോയിൽ മോയ്സ്ചർ കണ്ടന്റ് 20% മാറുമ്പോൾ നമുക്ക് വെള്ളം അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ 14 divided by 10 into depth of root zone എന്ന് പറയുന്നത് 1 meter ആണ്. ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് പറയുന്നുണ്ട് 1 meter ഡെപ്ത് ആണ് എന്നുള്ളതുണ്ട്. സോ 1 into ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 30 by 100 മൈനസ് മോയ്സ്ചർ കണ്ടന്റ് 20ലേക്ക് താഴുമ്പോഴാണ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടതെന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ വരാൻ പോകുന്നത് 14 സെന്റിമീറ്റർ എന്നായിരിക്കും. സോ ഓപ്ഷൻ ഡി 14 സെന്റിമീറ്റർ. Now, question number 63. ഗ്രൗണ്ട് വാട്ടറിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന അക്യുഫർ, അക്യുറ്റാർഡിന്റെ ഒക്കെ എക്സാമ്പിൾസ് ഒന്ന് മാച്ച് ചെയ്യാനാണ്. അപ്പൊ അക്യുഫറിന്റെ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം സാൻഡും ഗ്രാവലും ആണ്. സോ ഓപ്ഷൻ 1 വരും. അക്യുറ്റാർഡ് എന്ന് പറയുമ്പോൾ ക്ലേയുടെ ഇടയ്ക്ക് സാൻഡ് മിക്സ് ചെയ്യുന്നതാണ്. സോ ഓപ്ഷൻ 4 ആണ് അക്യുറ്റാർഡ്. അക്യുഫ്യൂജ് എന്ന് പറയുന്നത് ഗ്രാനൈറ്റും ബസാൾട്ടും ആണ്. സോ ഓപ്ഷൻ 3 ആൻഡ് അക്യുക്ലൂഡ് ക്ലേ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി. Now, question number 64. Actually, നമുക്ക് ഇതിനകത്ത് ഒരു ഓപ്ഷനിൽ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഫുൾ റിസർവോയർ ലെവലാണ്. ഈ ഫുൾ റിസർവോയർ ലെവലിൽ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. കാരണം മാക്സിമം എലിവേഷൻ ടു വിച്ച് റിസർവോയർ സർഫസ് വിൽ റൈസ് ഡ്യൂറിംഗ് നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. സിയും കറക്റ്റ് തന്നെയാണ്. ദ നോർമൽ ഓപ്പറേറ്റിംഗ് ലെവൽ ഇൻ എ റിസർവോയർ. അപ്പോൾ എയും സിയുമാണ് ആക്ച്വലി കറക്റ്റ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്കിനി PSC ആൻസർ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. രണ്ടും കറക്റ്റ് ആൻസേഴ്സ് ആണ്, എ ആൻഡ് സി. Now, question number 65. The following statements are connected with seepage of water through earthen dams. അപ്പോൾ earthen ഡാമിലുള്ള സീപ്പേജും ഫ്രിയാറ്റിക് ലൈനിനെ കുറിച്ചുമാണ് ഈ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇതിൽ റോങ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. സോയിൽ വിത്തിൻ ദ കാപ്പിലറി ഫ്രിഞ്ച് എക്സ്പീരിയൻസസ് റിഡക്ഷൻ ഇൻ ഷിയർ സ്ട്രെങ്ത്. ആക്ച്വലി കാപ്പിലറി ഫ്രിഞ്ച് എന്ന് പറയുന്നത് ഫ്രിയാറ്റിക് ലൈനിന് മുകളിലാണ് വരിക. അവിടെ ഇൻക്രീസ് ഇൻ ഷിയർ സ്ട്രെങ്ത് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. അതാണ് റോങ് ആയിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്.
Now, question number 66. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ടൈപ്സ് ഓഫ് ആർച്ച് ഡാമിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. Among the arch dams given below, choose the one which assume least quantity of concrete. ഏറ്റവും കുറവ് കോൺക്രീറ്റ് വേണ്ടത് കോൺസ്റ്റന്റ് ആംഗിൾ ആർച്ച് ഡാമിനാണ്. ഒരു 43% കോൺക്രീറ്റ് മതി. കോൺസ്റ്റന്റ് റേഡിയസിന്റെ 43% മതി നമുക്കിത് കൺസ്ട്രക്ട് ചെയ്യാം. സോ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ, കോൺസ്റ്റന്റ് ആംഗിൾ ആർച്ച് ഡാം. Now, coming to question number 67. The following statements are with respect to canal fault. Choose the wrong statement. വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കറക്റ്റ് ആണെന്ന് തോന്നും. ഇപ്പോൾ ഓഗി ഫോൾസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്, ട്രപ്പിസോയിഡൽ നോച്ച് ഫോളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്, വെൽ ടൈപ്പ് ഫോളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും കറക്റ്റ് ആണ്. ഇനി സർദ ഫോൾ നോക്കുകയാണെങ്കിൽ 14 ക്യുമെക്സിൽ കൂടുതൽ വരുമ്പോൾ ട്രപ്പിസോയിഡൽ ക്രസ്റ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ 1:8 സ്ലോപ്പ് കൊടുക്കുന്നത് അപ്സ്ട്രീമിനല്ല, ഡൗൺ സ്ട്രീമിനാണ് നമ്മൾ ആക്ച്വലി 1:8 കൊടുക്കുക. അപ്സ്ട്രീമിന് 1:3 മതിയാവും. അപ്പൊ അതുകൊണ്ട് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. Now, question number 68. Consider the following statements made with respect to design of bottom floor of siphon aqueduct. അപ്പൊ ഇവിടെ മാക്സിമം അപ്ലിഫ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഇതിനകത്ത് ആകെ ഒരു കറക്റ്റ് ആൻസറേ ഉള്ളൂ. ഓപ്ഷൻ നമ്പർ 3. അതായത് മാക്സിമം അപ്ലിഫ്റ്റ് ഡ്യൂ ടു വാട്ടർ ടേബിൾ occurs when water table reaches up to drainage bed level. So തേർഡ് ഓപ്ഷൻ ആണ് ആകെ കറക്റ്റ് ആയിട്ടുള്ളത്, ഓപ്ഷൻ ഡി. Now, question number 69. From the statements given below, choose the wrong one with respect to Lacey's regime theory. അപ്പൊ ഇതിനകത്ത് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് സി ആണ്. കാരണം ഫൈനർ സിൽറ്റ് ആകുമ്പോഴാണ് സെമി സർക്കുലർ ഷേപ്പിലേക്ക് വരുന്നത്. കോഴ്സർ ദ സിൽറ്റ് ആണെങ്കിൽ അതൊരു ഫ്ലാറ്റ് എലിപ്സിലേക്കാണ് നമുക്ക് ഷേപ്പ് കിട്ടുക. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Question number 70. A silty soil is having specific gravity equal to 2.6 and porosity equal to 50%. The void ratio for the soil is 1 and bulk density is 14 kilonewton per meter cube. The critical exit gradient for the soil is. Critical exit gradient calculate ചെയ്യാനുള്ള equation ആണ് G-1 divided by 1 plus E. Specific gravity value തന്നിട്ടുണ്ട് 2.6 ആണ്. ഈ void ratio അതും 1 ആണെന്ന് തന്നിട്ടുണ്ട്. അവിടെ ഡെൻസിറ്റിയുടെ ആവശ്യമില്ല, പക്ഷെ അതും ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ രണ്ട് വാല്യൂസ് മാത്രം മതി. അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഫൈനലി 0.8 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Now, question number 71. The rate of change of centrifugal acceleration for design speed of 78 km/h in designing transition curves. So, നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ഇക്വേഷൻ 80/75 plus v ആണ്. അപ്പൊ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 78 ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ആൻസർ വരുന്നത് 0.523. അതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി. Question number 72. If ruling gradient is 1 in 25 and there is also a horizontal curve of radius 100 meter, then compensated grade should be. Compensated grade എത്രയാണെന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് ഗ്രേഡ് കോമ്പൻസേഷനിലോട്ട് നോക്കാം. ഈ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസിലും ലീസ്റ്റ് വാല്യൂ വരുന്നത് ഏതാണോ അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം പ്രകാരം നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. 75 divided by r. റേഡിയസ് ഓഫ് ദ കർവ് 100 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഗ്രേഡ് കോമ്പൻസേഷൻ 0.75 എന്നുള്ള രീതിയിൽ കിട്ടും. ദെൻ കോമ്പൻസേറ്റഡ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ 100 divided by 25. ഗ്രേഡിയന്റ് 1 in 25 ആണ് തന്നിരുന്നു. സോ 4% എന്നുള്ള രീതിയിൽ. അപ്പോൾ മൈനസ് ഈ ഒരു 0.75 വാല്യൂ ചെയ്യുമ്പോൾ 3.25 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. 3.25%. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Question number 73. If the tire pressure is 0.56 and the wheel load is 40 kilonewton, then the radius of tire contact area is. So, നമുക്കറിയാം ടയർ പ്രഷർ കണ്ടുപിടിക്കാൻ വീൽ ലോഡ് ഡിവൈഡഡ് ബൈ πr² എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് r കണ്ടുപിടിക്കാനായിട്ട് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 15.07 സെന്റിമീറ്റർ ആയിട്ട് വരും. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. Question number 74. Mixer of coarser filler material with bitumen to remove any internal voids is called as. ആ ഒരു മിക്സിനെ നമ്മൾ വിളിക്കുന്ന പേര് മാസ്റ്റിക് ആസ്ഫോൾട്ട് എന്നാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Now, question number 75. The saturation flow in a traffic signal for a width of 4.5 to 5 meters normally. ഇതിനായിട്ട് നമുക്കൊരു ക്ലോസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് വിഡ്ത്തും അതുപോലെ തന്നെ എസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊക്കെ അറിയാം വിഡ്ത്ത് 4 to 4.5 ആണെങ്കിൽ
4.5 to 5 ആണെങ്കിൽ 2250 ആണ് വരുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് 2250 സാച്ചുറേഷന്റെ വാല്യൂ. Question number 76. Shape of rotary type intersection which is suited for roads of equal importance carrying equal volumes intersect at equal angles. അതിനെ പറയുന്ന ആ ഒരു ഷേപ്പിനെ പറയുന്ന പേരാണ് സർക്കുലർ ഷേപ്പ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Question number 77. If the proposed airport elevation is 400 meter and length of the runway is 1260 meter, then the correction for elevation as per standard is. അപ്പൊ നമുക്കറിയാം ഓൾട്ടിറ്റ്യൂഡ് കറക്ഷൻ കൊടുക്കേണ്ടത് എവറി 300 മീറ്ററിന് 7% ആണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് കറക്ഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഫോർ എവറി 300 മീറ്റർ യു ഹാവ് ടു ഇൻക്രീസ് ദ ലെങ്ത് ബൈ 7%. അപ്പൊ പെർസെന്റേജ് കറക്ഷൻ റിക്വയർഡ് എന്ന് പറയുമ്പോൾ എത്ര വരും? 7/300 into 400% എന്ന് വരും. അപ്പൊ ആ കറക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 117.6 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ അതുമായിട്ട് നമ്മൾ കറക്റ്റഡ് ലെങ്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 1260 plus 117.6. So answer is 1378 meter. So correct answer is option C. Question number 78. The reduction of runway length both in landing and takeoff due to heavy wind component. Heavy wind component കാരണം runway length രണ്ട് ഡയറക്ഷനിലോട്ട് ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലും കൊടുക്കേണ്ടുന്ന ഒരു റിഡക്ഷൻ ഓഫ് റൺവേ ലെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. 10% ആണ് പൊതുവെ നമ്മൾ പറയുന്ന വാല്യൂ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Now question number 79. If the permissible speed is 80 km per hour with a cant of 10 cm, then the length of the transition curve on a broad gauge line is എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവിന്റെ ഇക്വേഷൻ 0.073 into CD into Vmax ആണ്. അപ്പൊ നമുക്ക് CD തന്നിട്ടുണ്ട് 10 ആണ്, Vmax എന്ന് പറയുന്നത് 80 ആണ്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 58.4 മീറ്റർ എന്നാണ് കിട്ടുക. അപ്പൊ അവിടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്, 58 മീറ്റർ. Question number 80. This sort of points and crossings are not recommended for main lines or heavy fast moving rail traffic lines. Main lines-നും അതുപോലെ heavy fast moving rail traffic lines-നും റെക്കമെൻഡ് ചെയ്യാത്ത sort of points and crossings എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഗാൻഡ്ലെറ്റ് ട്രാക്ക് ആണ് ആൻസർ. Now, question number 81. These signals are provided to furnish special information to the drivers of train or car. ഇതിനകത്ത് ആക്ച്വലി മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉണ്ട്. നമുക്ക് സ്പെഷ്യൽ സിഗ്നൽസ് ആയിട്ട് കോആക്ടിംഗ് സിഗ്നൽസ് വരും, കോളിംഗ് ഓൺ സിഗ്നൽസ് വരും, റൂട്ടിംഗ് സിഗ്നൽസ് എല്ലാം തന്നെ സ്പെഷ്യൽ ഇൻഫർമേഷൻ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ആൻസർ സിംഗിൾ ആൻസറിലേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ആൻസർ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. Question number 82. Prevent the segment getting twisted out of the line, braces are introduced at each joint of the arch segment in tunnel lining is called as. അങ്ങനെ കൊടുക്കുന്ന bracesനെ വിളിക്കുന്ന പേരാണ് collar braces. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Now, question number 83. Tunneling method especially useful over soft strata or water bearing ground is known as. Ground pressure എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓപ്ഷൻ ഡി. Question number 84. The average height of the waves that are observed over a period considering the highest 1/3 of the waves in a group of waves is called as. Option B, significant wave. Question number 85. This force reduces the apparent weight and hence the marine structures suffer these losses to a great extent unless the foundations are absolutely impervious is known as. ഇവിടെ ഒരു രണ്ട് പോസിബിൾ ആൻസേഴ്സ് നമുക്കുണ്ട്. സോൾവെന്റ് ആക്ഷൻസ് ഓഫ് സീ വാട്ടർ വരാം, അതുപോലെ തന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസും വരാം. അപ്പൊ കൂടുതൽ ആപ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സോൾവെന്റ് ആക്ഷൻസ് ഓഫ് സീ വാട്ടറും ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് PSC ആൻസർ കീ ഫൈനലായിട്ട് വന്നാലേ കറക്റ്റ് ആൻസർ നമുക്ക് പറയാനായിട്ട് സാധിക്കും. Question number 86. The total water consumption per capita demand including domestic, industrial, commercial and civil or public use for an average Indian city as per IS code. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ വിത്ത് ഫ്ലഷിംഗ് സിസ്റ്റം ആണോ വിത്തൗട്ട് ഫ്ലഷിംഗ് സിസ്റ്റം ആണോ എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്യും. പക്ഷേ ഇവിടെ അത് പറഞ്ഞിട്ടില്ല. നമ്മൾ വിത്ത് ഫ്ലഷിംഗ് സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡിമാൻഡിന്റെ വാല്യൂ 335 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡിമാൻഡ് ആണ് വരുന്നത്. അതിൽ നിന്ന് തെഫ്റ്റ് ആൻഡ് ലോസസിനുള്ള 55 LPCD മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 280 ആണ്.
നേരെ മറിച്ച് വിത്തൗട്ട് ഫ്ലഷിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡിമാൻഡ് 270 ആയിരിക്കും. അതിൽ നിന്ന് 55 മൈനസ് ചെയ്യുമ്പോൾ 215 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ 215 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് ഇല്ല. 280 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി അപ്രോപ്രിയേറ്റ് ആൻസർ ആണെന്ന് പറയാം. എന്നിരുന്നാലും ഫ്ലഷിംഗ് സിസ്റ്റം വിത്ത് ആണോ വിത്തൗട്ട് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണെന്ന് നമുക്ക് പറയാം. Question number 87. Wholesome water is the one which does not contain. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് എന്നുള്ള ചോദ്യമാണ്. നമുക്കറിയാം പാത്തോജനിക് ബാക്ടീരിയ, സസ്പെൻഡഡ് മാറ്റർ, ഡിസോൾവ് മാറ്റർ ഇതൊന്നും ഇല്ലാത്തതാണ് ഹോൾസം വാട്ടർ. സോ ഓൾ ഓഫ് ദി എബവ്. Question number 88. The desirable limit of chlorides in drinking water as per IS code 250 milligram per liter ആണ്. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Now, question number 89. Detention time for a sedimentation tank of rectangular type is given for a tank passing discharge Q, length L, width B and depth H. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് യൂണിറ്റ് വെച്ച് നോക്കിയാൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ ഓപ്ഷൻ എ ആണ് വരിക, വോളിയം ഡിവൈഡഡ് ബൈ ഡിസ്ചാർജ്. എങ്കിലേ നമുക്ക് ഡിറ്റൻഷൻ ടൈം ആയിട്ട് കിട്ടുള്ളൂ. സോ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 90. Clariflocculator is. Clariflocculator എന്താണെന്നാണ് ചോദ്യം. കൊയാഗുലേഷൻ ആൻഡ് സെഡിമെന്റേഷൻ പ്ലാന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Now, question number 91. Which of the following chemical compound can be used for dechlorination of water? നമുക്കറിയാം സൾഫർ ഡയോക്സൈഡ് ആണ് നമ്മൾ ഡീക്ലോറിനേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. Question number 92. A suitable layout for a water supply distribution system for a city having a system of radial roads emerging from different centers. Radial system ആണ് correct answer. Option D ആണ് answer. Now, question number 93. നമുക്ക് സെൽഫ് ക്ലെൻസിംഗ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് എക്സ്പ്രഷൻ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. Question number 94. Hydraulic mean depth of a circular sewer while running partially full. ആ ഒരു ഹൈഡ്രോളിക് മീൻ ഡെപ്തിന്റെ ഇക്വേഷൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Question number 95. The BOD rate constant of the given temperature is. ഇത് ആക്ച്വലി ഒരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് BOD കോൺസ്റ്റന്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാനായിട്ടില്ല. ഇറ്റ് ഇസ് ആൻ ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ. Question number 96. Relative stability of the treated sewage effluent is. ഇതും ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Question number 97. വീണ്ടും ഇക്വേഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രീറ്റ് എഫക്ട്സ് ഇക്വേഷന്റെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Question number 98. The Stokes equation for viscous flow and small sized particles represented by RE less than 0.5 എത്രയാണ് വരുന്നത്? ഏതാണ് ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Question number 99. F/M ratio is. ഇത് വീണ്ടും എക്സ്പ്രഷൻ എൻവയോൺമെന്റിൽ ഒരുപാട് ഇക്വേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. സോ F/M is equal to Q/0/V into XT ആണ് ആൻസർ. ഓപ്ഷൻ എ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. സ്ലഡ്ജ് വോളിയം ഇൻഡെക്സസ് അതിന്റെ വീണ്ടും എഗെയിൻ ഇക്വേഷൻ ആണ്. സ്ലഡ്ജ് വോളിയം ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന പ്രകാരം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ എൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരുപാട് പേര് കട്ട് ഓഫ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അതിന്റെ ബേസിസിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ഒരുപാട് സ്റ്റുഡൻസിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസസ് ആണ് പലരും പറയുന്നത്. പല സബ്ജക്ട്സും എളുപ്പമായിട്ട് വന്നിട്ടുണ്ട്, എന്നാൽ ചില സബ്ജക്ട്സ് നല്ല ടഫായിട്ടും വന്നിട്ടുണ്ട്. ഒരു മിക്സഡ് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ വരും എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വരുന്ന എക്സാംസിന് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദി അപ്കമിങ് എക്സാംസ്. താങ്ക് യു ഫോർ ജോയിനിങ്.